ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയറിൽ നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു LGS ലെവൽ എക്സാം നടന്നിരുന്നു. ആ എക്സാമിന് പോലും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മെയിൽ, അതായത് ഓപ്പറേഷൻ തൂഫാനില്ല, അതുവരെയും പരീക്ഷകൾക്ക് കയറി ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനുവരി മാസം, നമ്മളിപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത് ജനുവരി 2026 ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആണ്. അങ്ങനെ നമുക്ക് ഏകദേശം കുറച്ചധികം ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2026 ജനുവരിയിൽ കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 9ാം പതിപ്പിന് ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ചോദിക്കുന്നത്. പഠിച്ചു വെച്ചോണം, കോഴിക്കോടാണ് നടന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ്, 9ാം പതിപ്പാണ്. ആരാണ് അത്? നമ്മുടെ സുനിത വില്യംസ് ആയിരുന്നു. സുനിത വില്യംസ് ആണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഥവാ KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിലായിരുന്നു കേട്ടോ നടന്നത്. അപ്പൊ അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആരായിരുന്നു? സുനിത വില്യംസ് ആണ്. പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്, 2ാം ഘട്ട നിർമ്മാണമാണ്. ആരാണ് അത്? നമ്മുടെ പിണറായി വിജയനാണ്. പഠിച്ചു വെച്ചോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം ആരാണ്? നമ്മുടെ പിണറായി വിജയനാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം പ്രൊജക്ട് എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആഴക്കടൽ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. കണ്ടോ, നോക്കിക്കേ, ആഗോള കടൽ വാണിജ്യ ഭൂപടത്തിൽ അതിപ്രാധാന്യ കേന്ദ്രമായി വിഴിഞ്ഞം തുറമുഖം. കണ്ട, ആരാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ സമയത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനായിരുന്നു അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. കോംപ്രഹെൻസീവ് അർബൻ പോളിസി, അതായത് കോംപ്രഹെൻസീവ് അർബൻ പോളിസി എന്ന് പറയുന്നത് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഠിച്ചു വെച്ചു, നമ്മുടെ കേരളമാണ്. സമഗ്രമായ നഗര നയം, അതാണ് കോംപ്രഹെൻസീവ് അർബൻ പോളിസി എന്ന് പറയുന്നത്. പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, 2050ഓടെ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്ന 80% നഗരവൽക്കരണം ലക്ഷ്യമിട്ട് അടുത്ത 25 വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ക്ലൈമറ്റ് സ്മാർട്ട് നഗരങ്ങൾ, പരിസ്ഥിതി സൗഹൃദവും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ ശേഷിയുള്ളതുമായ നഗരങ്ങൾ, പിന്നെന്താണ്? ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മികച്ച ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കൽ, പിന്നെന്താണ്? ജനകേന്ദ്രീകൃത വികസനം, ഭരണപരിഷ്കാരം, സുസ്ഥിര വികസനം, മാലിന്യ സംസ്കരണം. എങ്ങനെ 10 പില്ലേഴ്സിനാണ് അവർ എന്ത് ചെയ്യുന്നത്? കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. അപ്പൊ പഠിച്ചു വെച്ചു, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? കോംപ്രഹെൻസീവ് അർബൻ പോളിസി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുറത്തിറക്കിയ മലയാളം ഫോണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്, പഠിച്ചു വെച്ചോ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുറത്തിറക്കിയ മലയാളം ഫോണ്ട് ആണ് എന്ത്? തസ്രാക്ക് എന്ന് പറയുന്നത്. എന്താണ് തസ്രാക്ക്? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഏതായിരുന്നു ക്വസ്റ്റ്യൻ? സുനിത വില്യംസ് അല്ലെ. 2026 ജനുവരിയിലെ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സുനിത വില്യംസ് ആണ്. നെക്സ്റ്റ് പറഞ്ഞത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം ആരായിരുന്നു? പിണറായി വിജയനാണ്. കോംപ്രഹെൻസീവ് അർബൻ പോളിസി, സമഗ്ര നഗര നയം തുടങ്ങി വെച്ചത് ആരാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ തസ്രാക്ക് എന്ന് പറയുന്ന മലയാളം ഫോണ്ട് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. കെ ഫെനി എന്ന പേരിൽ കശുമാങ്ങയിൽ നിന്ന് മദ്യം നിർമ്മിച്ച ആദ്യത്തെ സഹകരണ ബാങ്ക് ആണ് ഇത്? പയ്യാവൂർ സഹകരണ ബാങ്ക്, പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കാണ് കെ ഫെനി. അതായത് കശുമാങ്ങയിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യമാണ് ഫെനി എന്ന് പറയുന്നത്. ഓക്കെ, അത് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ച കേരളത്തിലെ ആദ്യത്തെ സഹകരണ സ്ഥാപനമാണ്. എവിടെയാണ് പയ്യാവൂർ വരുന്നത്? കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സഹകരണ ബാങ്കിലാണ് കെ ഫെനി എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത്. കെ ഫെനി എന്ന പേരിൽ കശുമാങ്ങയിൽ നിന്ന് മദ്യം നിർമ്മിച്ചത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സഹകരണ ബാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
40+ എന്നത് പദ്ധതി ഏത് വിഭാഗത്തിനാണ്? 40+ എവിടെയാണ്? 40+ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, 40+ ആണ്. അപ്പൊ ആർക്കായിരിക്കും അത്? 40+ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, അവരുടെ മാനസിക ഉല്ലാസം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തി നൽകുന്ന പദ്ധതിയാണ് എന്ത്? 40+ എന്ന് പറയുന്നത്. അപ്പൊ 40+ ആരുമായി ബന്ധപ്പെട്ടതാണ്? സ്ത്രീകളുമായിട്ട്. നീ കണ്ടോ, കേരള സർക്കാർ വനിതകൾക്കായി ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയാണ് 40+ എന്ന് പറയുന്നത്. ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ നേരിടുന്ന 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ പിന്തുണ നൽകുന്നത്. എന്തൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, അതേപോലെ ബോധവൽക്കരണം, അവർക്ക് സാമൂഹികപരമായ പിന്തുണയൊക്കെ നൽകുന്നതാണ് 40+ എന്ന് പറയുന്നത്. അപ്പൊ 40+ ആരാണ്? സ്ത്രീകൾക്കാണ്. ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമ പരാതികൾക്കായുള്ള പോർട്ടലാണ് എന്ത്? പോഷ് പോർട്ടൽ. പോഷ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷ് പോർട്ടൽ, POSH, എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. അതായത് ആ ഒരു സംവിധാന പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതികളൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? ജോലി സ്ഥലത്തെ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനാണ് പോഷ് ആക്ട് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പോഷ് പോർട്ടൽ എന്ന് പറയുന്നത്. എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. വനിതാ കർഷകർക്കായുള്ള പദ്ധതി. വനിതാ കർഷകർക്കായുള്ള പദ്ധതി ഓപ്ഷൻ കാണുമ്പോൾ ഡൗട്ട് വരരുത്, അത് വനിതാ കാർഷിക പദ്ധതി തന്നെയാണ്. അതായത് നമ്മുടെ കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായിട്ട്, അതേപോലെ കൂട്ടായ്മകൾക്ക് കൃഷി ചെയ്യുന്നതിനായി സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്നതാണ് എന്ത്? വനിതാ കാർഷിക പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായുള്ള വനിതാ സെല്ലാണ് നോർക്ക റൂട്ട് അല്ലെ, നോർക്ക വനിതാ സെല്ലാണ് വിദേശത്തായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. ചിൽഡ്രൻസ് ഹോമുകളിലും മറ്റ് സർക്കാർ സംരക്ഷണ കേന്ദ്രങ്ങളിലും കഴിയുന്ന കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പുനരധിവസിക്കാനുള്ള പദ്ധതിയാണ് എന്ത് പറയുന്നത്? തൻ്റെ ഇടം. അപ്പൊ എന്താണ്? നമുക്കറിയാം അല്ലെ, 18 വയസ്സ് കഴിഞ്ഞാൽ ചെറിയ അങ്ങനത്തെ അനാഥാലയങ്ങൾക്കൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? താമസിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക്, ചിൽഡ്രൻസ് ഹോമുകളിലൊക്കെ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ സർക്കാരിന്റെ സംരക്ഷണയിൽ താമസിച്ചിരുന്ന കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞ് അവരെ നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എന്ത് ചെയ്യണം? അവർക്കൊരു സംരക്ഷണം അല്ലെ, സുരക്ഷിതമായ താമസം കൊടുക്കണം, ഉപരിപഠനം, അതേപോലെ തൊഴിൽ പരിശീലനമൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് തൻ്റെ ഇടം. അവർക്ക് തൻ്റെതായ ഒരു ഇടം കണ്ടെത്താനുള്ള പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ ഇടം. സർക്കാർ ഓഫീസുകൾ സ്ത്രീ സൗഹൃദ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. എന്താണ്? അവർക്ക് എന്താണ്? ഇപ്പൊ മുലയൂട്ടിൽ അല്ലെ, ഫീഡിംഗ് റൂംസ് വേണം, വിശ്രമ മുറികൾ വേണം, വൃത്തിയുള്ള ബാത്റൂംസ്, ശൗചാലയം, ഇതൊക്കെ കൊടുക്കുന്നതാണ് എന്താ? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ സർക്കാർ ഓഫീസുകളിൽ സ്ത്രീ സൗഹൃദ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് എന്താണ്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വനിതാ ഗവേഷകർക്കായുള്ള പദ്ധതിയാണ് ബാക്ക് ടു ലാബ് എന്ന് പറയുന്നത്. ബാക്ക് ടു ലാബ് എന്താണ്? വനിതാ ഗവേഷകർക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ കൊണ്ട് വനിതാ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കൊക്കെ എന്താണ്? തിരിച്ച് വീണ്ടും എന്താണ്? ബാക്ക് ടു ലാബ്, ലബോറട്ടറികളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പദ്ധതിയാണ് ബാക്ക് ടു ലാബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കേരള സർക്കാർ പ്രഖ്യാപിച്ച AI മിഷൻ എന്താണ്? കേരള സർക്കാരിന്റെ AI മിഷൻ ഏതാണ്? KAI. അതേപോലെ ഏതാണ്? കേരള AI മിഷൻ, ഡിജിറ്റൽ കേരള, അതേപോലെ എന്താണ് പറയുന്നത്? AI കേരള. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? കേരള AI മിഷനാണ്, KAIM. ഓക്കെ. എന്താണ്? കേരള AI മിഷനാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ച AI മിഷൻ. അതായത് എന്താണ്? കേരളത്തെ ഒരു പ്രമുഖ ആർട്ടിഫിഷ്യൽ ഹബ്ബാക്കി മാറ്റുക, ഒരു AI ഇന്റലിജൻസ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് AI ഹബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, AI അതങ്ങനെ പ്രഖ്യാപിച്ച്. ഏതാണ്? KAIM. ഓക്കെ. എന്താണ്? കേരള AI മിഷൻ, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇഞ്ചക്ഷനുകൾക്ക് പകരമായി ശ്വാസത്തിലൂടെ ഇൻഹെയിൽ ചെയ്തെടുക്കാനുള്ള എന്താണ്? ഇൻസുലിൻ കണ്ടെത്തിയ ഇന്ത്യയിലെ അത്യാധുനിക ഇൻസുലിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? അത് എഫ്രസയാണ്. എന്താണ്? എഫ്രസ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണത്? ഇഞ്ചക്ഷനുകൾക്ക് പകരമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ശ്വാസം അല്ലെ വലിച്ചെടുക്കാനായിട്ട്, ശ്വാസകോശത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എഫ്രസ എന്ന് പറയുന്ന ആ ഒരു ഇൻസുലിൻ ആണ്. അത് പഠിച്ചു വെക്കണം, ചിലപ്പോൾ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എഫ്രസ. നെക്സ്റ്റ് നോക്കാം. BPAN എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? BPAN എന്ന് പറയുമ്പോൾ എന്താണ്?
ബാറ്ററി പാക്ക് ആധാർ നമ്പർ ആണ്. എന്താണ്? ബാറ്ററി പാക്ക് ആധാർ നമ്പർ ആണ് ബി പാൻ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോ, ബി പാൻ, ബാറ്ററി പാക്ക് ആധാർ നമ്പർ. എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അതിന്റെയൊക്കെ ബാറ്ററികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അവയുടെ ഗുണനിലവാരമൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണം. അതിനു വേണ്ടിയുള്ള എന്താണ് ഒരു തിരിച്ചറിയൽ നമ്പറാണ്. നമുക്ക് ആധാർ നമ്പർ എന്തിനാ വന്നിരിക്കും? നമ്മുടെ അല്ലെ, നമ്മുടെ ആധാർ നമ്പർ അടിച്ചെടുത്ത് നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ബി പാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് നമ്മുടെ കടലാക്രമണമാണ്. കടലാക്രമണം. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മുടെ വേലിയേറ്റ സമയത്തൊക്കെ അടിച്ചു കയറൂലേ, നമ്മുടെ തിര അടിച്ചു കയറുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ ഒരു നാശനഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏതാണ്? കടലാക്രമണമാണ്. നെക്സ്റ്റ് നോക്കാം, കേരള മോട്ടോർ വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഏതാണ് കേരള മോട്ടോർ വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്? അത് മോട്ടു ആണ്. മോട്ടു എന്ന മോട്ടു ആണ് കേട്ടോ. അത് മോട്ടു എന്ന ആനയാണ്. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? മോട്ടു എന്ന ആനയാണ്. ആന എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ. മോട്ടു എന്ന ആനയാണ് കേട്ടോ. അതിന്റെ പേരാണ് ചോദിക്കാറ്. മോട്ടു എന്ന ആനയാണ്. ഇവിടെ നമുക്ക് നോർമലി ഓപ്ഷൻ ഇട്ടതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണത്. മോട്ടു എന്ന ആനയാണ് എന്ത് പറയുന്നത്? നമ്മുടെ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്. കേരളത്തിൽ താമസിക്കുന്നതിനായി തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നേറ്റീവ് പ്ലേസ്, നേറ്റിവിറ്റി കാർഡ് എന്ന് പറയും. അതായത് ഒരാൾ കേരളത്തിൽ ജനിച്ചതാണോ അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിരതാമസക്കാരനാണോ എന്നൊക്കെ നമുക്ക് എന്താണ് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ്. റവന്യൂ വകുപ്പ് നൽകുന്ന ഒരു സാക്ഷ്യപത്രമാണ് നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ വരുന്നത്? നമുക്ക് പഠിക്കാനുണ്ട്. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ. അതേപോലെ തന്നെ നാഷണൽ ടൂറിസം ഡേ എന്ന് പറയുന്നത് എന്നാണ്? അത് ജനുവരി 25. ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ദിനമാണ്. അതേപോലെ തന്നെ ഇതാണ് ജനുവരി 24 പ്രത്യേകത, ദേശീയ ബാലികാ ദിനമാണ്. ദേശീയ ബാലികാ ദിനമാണ് ജനുവരി 24 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ജനുവരി 23 പ്രത്യേകത എന്താണ്? ജനുവരി 23 അതിനെ പരാക്രം ദിവസ് എന്നറിയപ്പെടുന്നു. പരാക്രം ദിവസ്. എന്താണ് പരാക്രം ദിവസ് എന്ന് പറയുന്നത്? നമുക്ക് എന്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 129ാം ജന്മവാർഷികമാണ് ഈ 2026. അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് നമ്മൾ പരാക്രം ദിവസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഏതാണ് നമുക്ക് ജനുവരിയുമായിട്ട് ബന്ധപ്പെട്ട്? ജനുവരി 9 എന്താണ്? ഇമ്പോർട്ടന്റ് ആണല്ലേ? പ്രവാസി ദിനം. നമ്മുടെ ഗാന്ധിജി തിരിച്ചു വന്ന ദിവസമാണ് പ്രവാസി ദിനം. ജനുവരി 12 എന്താണ്? ജനുവരി 12 എന്ന് പറയുന്നത് യുവജന ദിനം. വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. യുവജന ദിനമാണ് ജനുവരി 12. ജനുവരി 15 പ്രത്യേകതയാണ് ഇന്ത്യൻ ആർമി ഡേ ആണ്. ജനുവരി 15 ആർമി ഡേ ആണ് ജനുവരി 15 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 78ാമത് ആർമി ഡേ പരേഡ് നടന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ജയ്പൂർ ആണ്. അതായത് ജനുവരി 15 2026 ജനുവരി 15 78ാമത് ആർമി പരേഡ് നടന്ന സ്ഥലമാണ് ഇത് ജയ്പൂർ എന്ന് പറയുന്നത്. ഇനി ജനുവരി 16 പ്രത്യേകത എന്താണ്? ജനുവരി 16 എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഡേ ആണ്. സ്റ്റാർട്ടപ്പ് ഡേ. ഓക്കെ, ഇനി ജനുവരി 29 ഉണ്ടല്ലോ. ജനുവരി 29 എന്താണ് പ്രത്യേകത? ദേശീയ ഇന്ത്യൻ പത്രദിനം. ദേശീയ പത്രദിനമാണ്. പത്രദിനമാണ് ജനുവരി 29. അതായത് നമ്മുടെ ഇന്ത്യയുടെ പത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചതിന്റെ വാർഷിക ദിനമാണ് ജനുവരി 29. നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? പത്രദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 30 എന്താണ്? രക്തസാക്ഷി ദിനമാണ് ജനുവരി 30 എന്ന് പറയുന്നത്. നാഷണൽ ടൂറിസം ഡേ എന്നാണ്? ടൂറിസം ഡേയും ജനുവരി 25. അതേപോലെ തന്നെ വോട്ടേഴ്സ് ഡേയും എന്താണ്? ജനുവരി 25. വോട്ടേഴ്സ് ഡേയും എന്താണ്? ടൂറിസം ഡേയും ജനുവരി 25. നെക്സ്റ്റ് നോക്കാം. 2026 ജനുവരിയിൽ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? പഠിച്ചു വെച്ചു. രാജസ്ഥാനാണ്. രാജസ്ഥാൻ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഗോവയിൽ പുതിയതായി നിലവിൽ വന്ന മൂന്നാമത്തെ ജില്ല ഏതാണ്? മൂന്നാമത്തെ ജില്ല എന്ന് പറയുന്നത് വടക്കൻ ഗോവ, തെക്കൻ ഗോവ ഇങ്ങനെ 2 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ മൂന്നാമതായി വന്നതാണ് കുശാവതി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കേണ്ട ഫാക്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഗോവയിൽ പുതിയതായി നിലവിൽ വന്ന മൂന്നാമത്തെ ജില്ലയാണിത്, കുശാവതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. IICDEM എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇവിടെ നമുക്ക് ഈ IICDM
ഇതിലൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് വരുന്നത്, അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ് ഈ ഒരു പോർട്ടൽ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് ആണ്. എന്താണ്? ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് IICDEM എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ 2026 സമ്മേളനം സംഘടിപ്പിക്കുന്നത്, അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. IICDEMന്റെ സമ്മേളനം എവിടെയാണ്? ഭാരത മണ്ഡപം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ IICDEMന്റെ എന്ത് നടന്നത്? ഈ പറയുന്ന അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? എന്ന പദ്ധതി എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അത്? നമ്മുടെ കടലിൽ മത്സ്യകൃഷി നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. PM സ്വനിധി പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാം? ആരാണ് PM സ്വനിധി എന്ന് പറയുന്നത്? എന്താണ്? PM സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണത്? തെരുവ് കച്ചവടക്കാർക്കാണ് PM സ്വനിധി വരുന്നത്. ആരാണ്? തെരുവ് കച്ചവടക്കാർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്, തെരുവ് കച്ചവടക്കാർ. നോക്കാം നമുക്ക്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ PM സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി എന്ന് പറയുന്നതാണ് എന്ത്? PM സ്വനിധി എന്ന പദ്ധതി വഴിവ് തെരുവ് കച്ചവടക്കാരെ ഔപചാരികമാക്കാനും തെരുവ് കച്ചവടക്കാർക്ക് എന്താണ് കൊളാറ്ററൽ ഫ്രീ വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ, പലിശ സബ്സിഡി അങ്ങനെയൊക്കെ കൊടുക്കുന്ന ലോണുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത് പറയുന്നത്? PM സ്വനിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 25 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 25 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേഗം അത് തീർക്കാം. ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ജനുവരി മാസം നമുക്ക് ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.